So, good morning. So today I will take the topic perspective projection. Okay. അപ്പോൾ നമ്മൾ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിലുള്ള കുറെ ടേംസ് ഉണ്ട്. ആ ടേംസ് അറിഞ്ഞിരിക്കണം. അപ്പൊ ആദ്യമായിട്ട് അറിയേണ്ട ടേം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അതായത് ഇവിടെ എഴുതിയേക്കുന്ന കാണാം, ഗ്രൗണ്ട് പ്ലെയിൻ. ഓക്കെ. സോ ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റ്, നമ്മൾക്ക് പേഴ്സ്പെക്റ്റീവ് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു 3 ഡയമെൻഷണൽ വ്യൂ ആണ്, 3D വ്യൂ ആണ് വരയ്ക്കുന്നത്. അപ്പൊ അത് വരയ്ക്കണമെങ്കിൽ നമ്മുടെ ആ ഒബ്ജക്റ്റ് റെസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലെയിൻ ഉണ്ട്. ആ ഒബ്ജക്റ്റ് റെസ്റ്റ് ചെയ്യുന്ന പ്ലെയിനിനെയാണ് നമ്മൾ ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 3D ഒബ്ജക്റ്റ് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഈ ഒബ്ജക്റ്റ് ഏത് പ്ലെയിനിലാണ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഗ്രൗണ്ട് പ്ലെയിനിലാണ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒബ്ജക്റ്റ് റെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്ലെയിനിലാണ് ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഈ ഒബ്ജക്റ്റിനോട് ചേർന്ന് വേറൊരു പ്ലെയിൻ കാണാം. ഇതിനെയാണ് നമ്മൾ പിക്ചർ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇവിടെ എഴുതിയേക്കുന്നത് കാണാം, പിക്ചർ പ്ലെയിൻ. കണ്ടോ? ദിസ് ഈസ് കോൾഡ് പിക്ചർ പ്ലെയിൻ. അതായത് ഈ ഒബ്ജക്റ്റിന്റെ ഇമേജ് കിട്ടുന്ന പ്ലെയിൻ ആണ് പിക്ചർ പ്ലെയിൻ എന്ന് പറയുന്നത്. പിക്ചർ പ്ലെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഗ്രൗണ്ട് പ്ലെയിൻ. പിക്ചർ പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ടു ദ ഗ്രൗണ്ട് പ്ലെയിൻ. ഗ്രൗണ്ട് പ്ലെയിന് 90 ഡിഗ്രി ആയിരിക്കും. ദെൻ പിക്ചർ പ്ലെയിനിന്റെ ഇപ്പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ടോ? ദിസ് ഈസ് ദി ഒബ്സർവർ. ഇദ്ദേഹമാണ് ഒബ്സർവർ. ഓക്കെ. ആ ഒബ്സർവറിന്റെ കണ്ണിനെയാണ് നമ്മൾ എസ് എന്ന് പറഞ്ഞേക്കുന്നത്. എസ്. സോ എസ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ പോയിന്റ് എന്ന് പറയും. സ്റ്റേഷൻ പോയിന്റ്. ഏത് പോയിന്റിൽ നിന്നാണോ നമ്മൾ ഈ ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുന്നത്, ആ പോയിന്റിനെയാണ് നമ്മൾ സ്റ്റേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ഗ്രൗണ്ട് പ്ലെയിൻ പറഞ്ഞു, ഒബ്ജക്റ്റ്, പിക്ചർ പ്ലെയിന്, സ്റ്റേഷൻ പോയിന്റ്. ഓക്കെ. ഇനി അടുത്തത്, ഈ ഗ്രൗണ്ട് പ്ലെയിനിന് തൊട്ട് മുകളിലായിട്ട് വേറൊരു പ്ലെയിൻ കാണാം. അതിനെയാണ് ഹൊറൈസോൺ പ്ലെയിൻ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ല, ഹൊറൈസോൺ പ്ലെയിൻ. ഹൊറൈസോൺ പ്ലെയിൻ. ഹൊറൈസോൺ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലെയിൻ വിച്ച് ഈസ് പാരലൽ ടു ദി ഗ്രൗണ്ട് പ്ലെയിൻ. ഗ്രൗണ്ട് പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള ഒരു പ്ലെയിൻ ആണ് എന്ത്? നമ്മുടെ ഹൊറൈസോൺ പ്ലെയിൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ദാറ്റ് പാസസ് ത്രൂ ദി സ്റ്റേഷൻ പോയിന്റ്. കണ്ടോ? എസ് എന്നുള്ള പോയിന്റിൽ കൂടാണ് ആ പ്ലെയിൻ പാസ് ചെയ്യുന്നത്. So horizon plane is a plane that is parallel to the ground plane and passes through this station point. പിന്നെ ഇവിടെ വേറൊരു പ്ലെയിൻ കാണാം, സെൻട്രൽ പ്ലെയിൻ എന്ന് പറഞ്ഞൊരു പ്ലെയിൻ കാണാം. കണ്ടോ? സെൻട്രൽ പ്ലെയിൻ. ഓക്കെ. അപ്പൊ സെൻട്രൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലെയിൻ ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ഗ്രൗണ്ട് പ്ലെയിൻ, ഹൊറൈസോൺ പ്ലെയിൻ ആൻഡ് പിക്ചർ പ്ലെയിൻ. എല്ലാ പ്ലെയിനും പെർപെൻഡിക്കുലർ. കണ്ടോ? സെൻട്രൽ പ്ലെയിൻ ഈസ് എ പ്ലെയിൻ ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ഗ്രൗണ്ട് പ്ലെയിൻ, ഹൊറൈസോൺ പ്ലെയിൻ ആൻഡ് പിക്ചർ പ്ലെയിൻ. ആൻഡ് വേറൊരു കണ്ടീഷനും കൂടെ ഉണ്ട്, ആൻഡ് പാസസ് ത്രൂ ദി സ്റ്റേഷൻ പോയിന്റ്. സ്റ്റേഷൻ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നു. Okay, so central plane is a plane that is perpendicular to ground plane, horizon plane, picture plane and passes through the station point S. Then ഇനി അടുത്തത് ഇവിടെ ഒരു ആക്സിസ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞൊരു ടേം കാണാം. ആക്സിസ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേഷൻ പോയിന്റിൽ നിന്ന് പിക്ചർ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ കാണാം. ഈ ലൈനിനെയാണ് നമ്മൾ ആക്സിസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ആക്സിസ് ഓഫ് വിഷൻ. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും, ആക്സിസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് ഏത് പ്ലെയിനിലാണ്? സെൻട്രൽ പ്ലെയിനിലാണ്. സോ ആക്സിസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് ഏത് പ്ലെയിനിലാണ്? സെൻട്രൽ പ്ലെയിനിലാണ്. പിന്നെ ഇവിടെ ഈ ആക്സിസ് ഓഫ് വിഷൻ പിക്ചർ പ്ലെയിനെ വന്ന് ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇതിനെയാണ് CV എന്ന് പറയുന്നത്. CV എന്ന് പറഞ്ഞാൽ അതിനെ സെന്റർ ഓഫ് വിഷൻ എന്ന് പറയും. സെന്റർ ഓഫ് വിഷൻ. ഓക്കെ. അപ്പൊ സെന്റർ ഓഫ് വിഷൻ എന്ന് പറയുന്നത് കണ്ടല്ലോ, ഇറ്റ് ഈസ് എ പോയിന്റ് that is perpendicular to the picture plane. Okay, അതായത് ഈ പിക്ചർ പ്ലെയിനിന് this axis of vision touches the picture plane. That point is called the center of vision. അതായത് ആക്സിസ് ഓഫ് വിഷൻ പിക്ചർ പ്ലെയിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്? സെന്റർ ഓഫ് വിഷൻ, CV എന്ന് പറയുന്നത്. CV. ഇനി ഏറ്റവും താഴെ GL എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നുണ്ടോ? GL എന്ന് പറഞ്ഞാൽ അതിനെ ഗ്രൗണ്ട് ലൈൻ എന്നാണ് പറയുന്നത്. ഗ്രൗണ്ട് ലൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി intersection of the ground plane and the picture plane. ഗ്രൗണ്ട് പ്ലെയിനും പിക്ചർ പ്ലെയിനും കൂടെ ഉള്ള ഇന്റർസെക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രൗണ്ട് ലൈൻ അല്ലെങ്കിൽ GL എന്ന് പറയും. ഇതിന്റെ തൊട്ടു മുകളിലായിട്ട് HL എന്ന് പറയുന്ന ഒരു ലൈൻ കാണാം. HL, അതിനെ ഹൊറൈസോൺ ലൈൻ എന്ന് പറയും. ഹൊറൈസോൺ ലൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് ഹൊറൈസോൺ പ്ലെയിൻ വിത്ത് ദി പിക്ചർ പ്ലെയിൻ. അതിനെയാണ് ഹൊറൈസോൺ ലൈൻ HL എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അപ്പം ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ഗ്രൗണ്ട് പ്ലെയിൻ പറഞ്ഞു. പിന്നെ ഒബ്ജക്റ്റിന്റെ ഇമേജ് കിട്ടുന്ന പ്ലെയിൻ ആണ് പിക്ചർ പ്ലെയിൻ. പിക്ചർ പ്ലെയിൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും.
Then horizon plane എന്ന് പറഞ്ഞാൽ എന്താണ്? It is a plane parallel to the ground plane and passes through the station point. Station point എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് പോയിന്റിൽ നിന്നാണോ ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുന്നത്, that point is called station point. Then അതിനുശേഷം എന്താ പറഞ്ഞേ? Central plane പറഞ്ഞു. Central plane is a plane which is perpendicular to both ground plane, horizon plane and picture plane. പിന്നെ പറഞ്ഞ എന്താണ്? Axis of vision. It is a line that passes through the station point and perpendicular to the picture plane. Okay. Our axis of vision will be in the central plane. Axis of vision central plane ലായിരിക്കും. Then CV is called the center of vision. Center of vision എന്ന് പറഞ്ഞാൽ if the axis of vision touches the picture plane, that point is called the center of vision. Then next is the GL and HL. What is GL? GL is the intersection of ground plane and picture plane, where HL is the intersection of picture plane and horizon plane. Okay, ഇത്രയും ക്ലിയർ ആണോ ആദം? ഓക്കെ, അപ്പൊ ഈ ഇത്രയും ടേംസ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് പെർസ്പെക്റ്റീവ് ചെയ്യണമെങ്കിൽ ഇത്രയും ടേംസ് അറിയണം. ഓക്കെ, അപ്പൊ ഇത്രയും ടേംസ് നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ടോപ്പ് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. മേളിൽ നിന്ന് നോക്കുക, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ മേളിൽ നിന്ന് നോക്കുമ്പോൾ ഒബ്ജക്റ്റിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കണം, പിക്ചർ പ്ലെയിൻ വരയ്ക്കണം. ദെൻ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ഗ്രൗണ്ട് പ്ലെയിൻ വരയ്ക്കണം, ഹൊറൈസോൺ പ്ലെയിൻ വരയ്ക്കണം, അതിന് ഇടയ്ക്ക് നിൽക്കുന്ന ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ഓക്കെ, അതായത് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒബ്ജക്റ്റിന്റെ ടോപ്പ് വ്യൂ കാണാൻ പറ്റും. അപ്പൊ പിക്ചർ പ്ലെയിൻ എന്തായിട്ടാ? പിക്ചർ പ്ലെയിൻ ഒരു ലൈനായിട്ടായിരിക്കും കാണുന്നത്. കണ്ടോ, ഒരു ലൈനായിട്ട്. ആ ലൈനിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും ഒബ്ജക്റ്റിന്റെ ടോപ്പ് വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത്. സിമിലർലി ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ, ഇവിടുന്ന് ഞാൻ നോക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഗ്രൗണ്ട് പ്ലെയിൻ വരയ്ക്കണം, ദെൻ ഹൊറൈസോൺ പ്ലെയിൻ വരയ്ക്കണം. ആ രണ്ട് പ്ലെയിനും ഇടയ്ക്ക് എന്ത് കാണാം? ഒബ്ജക്റ്റ് നിൽക്കുന്നതും കാണാം. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഇത് കൂടാതെ വേറൊരു പ്ലെയിൻ ഉണ്ട്, അത് ഇതിൽ കാണിച്ചിട്ടില്ല. അതിനെ പറയുന്ന പേരാണ് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറയും. ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ, അതായത് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഹൊറൈസോൺ പ്ലെയിനിന് മുകളിലായിട്ടൊരു പ്ലെയിൻ ഉണ്ട്, അതിനെയാണ് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഹൊറൈസോൺ, ഇപ്പൊ ഇവിടെ ആദ്യം ഗ്രൗണ്ട് പ്ലെയിൻ ഉണ്ട്. ഗ്രൗണ്ട് പ്ലെയിനിന്റെ മുകളിൽ ആരുണ്ട്? ഹൊറൈസോൺ പ്ലെയിൻ ഉണ്ട്. ഈ ഹൊറൈസോൺ പ്ലെയിനിന്റെ മുകളിൽ വേറൊരു പ്ലെയിൻ ഒന്ന് ഇമാജിൻ ചെയ്തേ, അതിനെയാണ് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ്. ഗ്രൗണ്ട് പ്ലെയിൻ, ഹൊറൈസോൺ പ്ലെയിൻ, അതിന്റെ മുകളിൽ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വരയ്ക്കാം. അപ്പൊ ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, ക്വസ്റ്റ്യൻ കാണാമോ ആദ്യം? പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് റെക്ടാങ്കുലർ പ്രിസം കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തോ. ഇത് എഴുതണ്ട, ജസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്താൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ വാട്സാപ്പിൽ ഷെയർ ചെയ്തോളാം. ഓക്കെ, സോ ഒബ്ജക്റ്റ് എന്താണ്? റെക്ടാങ്കുലർ പ്രിസം ആണ്. ഒബ്ജക്റ്റ് ഈസ് എ റെക്ടാങ്കുലർ പ്രിസം. അപ്പൊ അത് വരയ്ക്കണമെങ്കിൽ അതിന്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 25/30. റെക്ടാംഗിളിന്റെ ഒരു എൻഡ് 25/30 ആണ്. അതിന്റെ ലെങ്ത്, ഹൈറ്റ് എത്രയാണ്? 50 mm ആണ്. ഈസ് ലൈയിങ് ഓൺ ദി ഗ്രൗണ്ട് പ്ലെയിൻ. കണ്ടല്ലോ, ഗ്രൗണ്ട് പ്ലെയിനിലാണ് ലൈ ചെയ്യുന്നത്. അപ്പൊ ഗ്രൗണ്ട് പ്ലെയിൻ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഗ്രൗണ്ട് പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്നു. ഓൺ വൺ ഓഫ് ഇറ്റ്സ് റെക്ടാങ്കുലർ ഫേസസ്, അതായത് ഈ പ്രിസത്തിന്റെ റെക്ടാങ്കുലർ ഫേസിൽ എന്ത് ചെയ്യുന്നു? റെക്ടാങ്കുലർ ഫേസിൽ നമ്മുടെ ഗ്രൗണ്ട് പ്ലെയിനിൽ ഇത് ലൈ ചെയ്യുന്നു. ഇൻ സച്ച് എ വേ ദാറ്റ്, കണ്ടീഷൻ ഉണ്ട്. എന്താണ്? വൺ ഓഫ് ഇറ്റ്സ് എൻഡ് ഫേസ് ഈസ് പാരലൽ ടു ആൻഡ് 10 mm ബിഹൈൻഡ് ദ പിക്ചർ പ്ലെയിൻ. അതായത് അതിന്റെ ഒരു എൻഡ് ഫേസ് പിക്ചർ പ്ലെയിൻ എന്താണ്? പാരലൽ ആണ്. അത് മാത്രമല്ല 10 mm ബിഹൈൻഡ് ദ പിക്ചർ പ്ലെയിൻ ആണ്. ദ സെൻട്രൽ പ്ലെയിൻ, അതിന്റെ സെൻട്രൽ പ്ലെയിൻ എവിടാണ്? 60 mm away from the axis of the prism towards the left. സെൻട്രൽ പ്ലെയിൻ എന്ന് പറയുന്നത് ആക്സിസിൽ നിന്ന് 60 mm ലെഫ്റ്റിലോട്ട് മാറിയിട്ടാണ്. ഡ്രോ ദ പെർസ്പെക്റ്റീവ് വ്യൂ. പെർസ്പെക്റ്റീവ് വ്യൂ വരയ്ക്കണം. ഇഫ് ദ സ്റ്റേഷൻ പോയിന്റ് ഈസ്, സ്റ്റേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ഏത് പോയിന്റിൽ നിന്നാണോ വ്യൂ ചെയ്യുന്നത് അതിനെയാണ് സ്റ്റേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇഫ് ദ സ്റ്റേഷൻ പോയിന്റ് ഈസ് ലൊക്കേറ്റഡ് 55 mm in front of the picture plane and 40 mm above the ground plane.
55 mm in front of the picture plane and 40 mm above the ground plane, station point. The prism is resting on the ground plane on its 50 mm by 25 mm rectangular face. അതായത് prism rest ചെയ്യുന്നത് 50 mm by 25 mm rectangular ഫേസിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആദ്യം ഞാൻ ഇതിന്റെ ഒരു റഫായിട്ടുള്ള ഒരു സ്കെച്ച് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, എന്റെ വൈറ്റ് ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ ആദം? വൈറ്റ് ബോർഡ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ആദ്യം എന്താ നമ്മളിപ്പം HP നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ പഠിക്കുമ്പോൾ HPVP വരയ്ക്കുന്ന പോലെ നമ്മൾ ഈ പെർസ്പെക്റ്റീവ് വരുമ്പോഴും ഇങ്ങനെ വരയ്ക്കണം. ആദ്യം നമ്മൾ വരച്ച്, സോ ദിസ് ഈസ് ദ ഗ്രൗണ്ട് പ്ലെയിൻ. നമ്മൾ ആദ്യം ഗ്രൗണ്ട് പ്ലെയിൻ വരയ്ക്കും റഫായിട്ട്. ഓക്കെ, നമുക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ ആണ് എന്ത്? പിക്ചർ പ്ലെയിൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ പിക്ചർ പ്ലെയിൻ. ദിസ് ഈസ് ദ പിക്ചർ പ്ലെയിൻ. കണ്ടല്ലോ, അപ്പൊ ഇതിലാണ് ആരിയ്ക്കുന്നത്? നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. കണ്ടോ, ദിസ് ഈസ് ദി ഒബ്ജക്റ്റ്. ഗ്രൗണ്ട് പ്ലെയിനിൽ ഒബ്ജക്റ്റ് ഇരിക്കുന്നു. അപ്പൊ ഞാൻ ഒബ്ജക്റ്റ് വരയ്ക്കുകയാണ്. ഒബ്ജക്റ്റ് വരച്ചു. അപ്പൊ ഇതാണ് പിക്ചർ പ്ലെയിൻ. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പിക്ചർ പ്ലെയിനിൽ നിന്ന് എത്ര mm മാറിയിട്ടാണ്? 10 mm ബിഹൈൻഡ് ദ പിക്ചർ പ്ലെയിൻ ആണ്. 10 mm ബിഹൈൻഡ് ദ പിക്ചർ പ്ലെയിൻ ആണ്. ആൻഡ് 1 end ഫേസ്, ഇതിനെയാണ് നമ്മൾ end ഫേസ് എന്ന് പറയുന്നത്. end ഫേസ് കണ്ടോ, ദിസ് ഈസ് ദി end ഫേസ്. 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 സോ ദിസ് end ഫേസ് ഈസ് പാരലൽ ടു ദി പിക്ചർ പ്ലെയിൻ. Okay, so this end face is parallel to picture plane and 10 mm behind the picture plane. 10 mm behind the picture plane. Okay, so 10 mm behind picture plane ലാണ് ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. കണ്ടല്ലോ. ഓക്കെ, അപ്പം ഇനി പറഞ്ഞേക്കുന്നത് ഇത് റെസ്റ്റ്, ഇതിന്റെ ഹൈറ്റ് എത്രയാണ്? 50. സോ ഇതിന്റെ ഹൈറ്റ് 50 ആണ്. 50 ബൈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഏത് ഫേസിലാണ് റെസ്റ്റ് ചെയ്യുന്നത്? 50 by 25 mm റെക്ടാങ്കുലർ ഫേസ്. അപ്പൊ 50 by 25. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 25 ആണ്. ദിസ് ഈസ് 25. ഇപ്പൊ ഞാനിപ്പോ ഇതിനൊരു പേര് കൊടുത്താൽ ഞാനിപ്പോ റഫായിട്ടാണ് വരയ്ക്കുന്നത് ABCD. ഓക്കെ, ദെൻ താഴത്തെ പേര് PQRS. PQRS. ഓക്കെ, അപ്പൊ നോക്കിയേ, അവിടെ നോക്കി, അവിടെ SR എന്ന് പറയുന്നതാണ് എന്ത്? അതിന്റെ ഹൈറ്റ്. കണ്ടല്ലോ, SR is equal to 50. SR is equal to 50. Then SP എത്രയാണെന്ന് നോക്കിയേ. SP കണ്ടല്ലോ, SP എന്ന് പറഞ്ഞാൽ എത്രയാ? SP is 25. ഓക്കെ, അഗൈൻ വാട്ട് ഈസ് PQ? PQ എന്ന് പറഞ്ഞാൽ എന്താ? PQ എന്ന് പറഞ്ഞാൽ ഈ SRന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാ. അത് എത്ര തന്നെയാ? അത് 50 ആണ്. ഓക്കെ, ഇനി QR എത്രയാണ്? QR. So QR is equal to എത്രയാണ്? QR is equal to 25. അപ്പം ഇത് റെസ്റ്റ് ചെയ്യുന്നത് ഏത് ഫേസിലാണ്? 50 by 25 എന്നുള്ള റെക്ടാങ്കുലർ ഫേസിലാണ്. ഞാനിപ്പോ ഈ ഒരു പറഞ്ഞ ഐഡിയ ക്ലിയർ ആയോ ആദം? 50 by 25 ക്ലിയർ ആയോ? ഓക്കെ, സോ 50 by 25 എന്ന് പറയുന്ന റെക്ടാങ്കുലർ ഫേസിലാണ് ഇത് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ റെക്ടാംഗിളിന്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. ഇതിപ്പോ ഇച്ചിരി ചെറുതായിട്ടാണ് വരച്ചേക്കുന്നത്. അപ്പം ദിസ് ഈസ് 30. അപ്പൊ ഇത് കാണുമ്പോൾ 30 ചെറുതാണ്, 25 വലുതായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ ഞാനൊന്ന് മാറ്റി വരയ്ക്കാം, നോ പ്രോബ്ലം. Okay, so this is ABCD. Okay,
അപ്പൊ ഇത് എത്രയാണ്? ദിസ് ഈസ് 30. കണ്ടോ? ദിസ് ഈസ് 30. അപ്പം ഡയമെൻഷൻസ് കണ്ടല്ലോ. അപ്പൊ ഈ ഒബ്ജക്ട് റെസ്റ്റ് ചെയ്യുന്നത് 50/25 എന്ന് പറയുന്ന റെക്ടാങ്കുലർ ഫേസിൽ ഗ്രൗണ്ട് പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഇതിന്റെ ഈ എൻഡ് ഫേസിന്റെ ഡയമെൻഷൻ എത്ര? 30/25 ആണ്. ദിസ് എൻഡ് ഫേസ് ഈസ് പാരലൽ ടു ദ പിക്ചർ പ്ലെയിൻ ആൻഡ് 10 millimeter behind the picture plane. ഇനി പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയോ? സ്റ്റേഷൻ പോയിന്റ്. അപ്പൊ സ്റ്റേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പിക്ചർ കാണിച്ചായിരുന്നല്ലോ. സ്റ്റേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റിന്റെ പിക്ചർ പ്ലെയിൻ ഇപ്പുറത്തിരിക്കുന്ന ഒരു പോയിന്റ് ആണ്. അതായത് നമ്മുടെ ഒബ്സർവറിന്റെ കണ്ണ്, ഐ ഓഫ് ദി ഒബ്സർവർ, സ്റ്റേഷൻ പോയിന്റ്. ഓക്കെ, സോ ദിസ് ഈസ് ദി സ്റ്റേഷൻ പോയിന്റ്. സ്റ്റേഷൻ പോയിന്റിന് ഡേറ്റ അവർ തന്നേക്കുന്നത് എന്തായിരുന്നു? സ്റ്റേഷൻ പോയിന്റ് ഈസ് ലൊക്കേറ്റഡ് 55 millimeter ഇൻ ഫ്രണ്ട് ഓഫ് ദ പിക്ചർ പ്ലെയിൻ. അതായത് ഇങ്ങോട്ട് 55 millimeter in front of the picture plane. So 55 millimeter, okay, in front of picture plane. മറ്റേ ഒബ്ജക്റ്റ് എങ്ങനെ ഇരിക്കുന്നത്? 10 millimeter behind picture plane ആയിരുന്നു. ഒബ്ജക്റ്റ് ഈസ് 10 millimeter behind picture plane ആയിരുന്നു. ഇവിടെ സ്റ്റേഷൻ പോയിന്റ് ഈസ് 55 millimeter in front of the picture plane ആണ്. And 40 mm above the ground plane. And ground plane സ്റ്റേഷൻ പോയിന്റ് നിൽക്കുന്ന എത്ര ഹൈറ്റ് മാറിയിട്ടാണ്? 40 mm above the ground plane. ഓക്കെ, ഇത് രണ്ടും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 55 mm in front of the picture plane and 40 mm above the ground plane. ഓക്കെ, പിന്നെ പറഞ്ഞേക്കുന്ന സെൻട്രൽ പ്ലെയിൻ പറഞ്ഞിട്ടുണ്ട്. സെൻട്രൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞേക്കുന്നത് എവിടെയാണ്? സെൻട്രൽ പ്ലെയിൻ ഈസ് at a distance of 60 mm away from the axis of the prism towards left. അതായത് സെൻട്രൽ പ്ലെയിൻ ലെഫ്റ്റിലാണ്. അപ്പം ആക്സിസിൽ നിന്ന്, അതായത് ഇതാണ് പ്രിസത്തിന്റെ ആക്സിസ് ലൈൻ എന്ന് വിചാരിക്കുക, നടുക്കൂടെ പോകുന്ന ലൈൻ, ആക്സിസ് ലൈൻ. അവിടുന്ന് ലെഫ്റ്റിലോട്ട് ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് മാറി ദേ ഒരു പ്ലെയിൻ വരയ്ക്കുകയാണ് ഇങ്ങനെ. കണ്ടോ? അപ്പൊ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ദിസ് ഈസ് കോൾഡ് സെൻട്രൽ പ്ലെയിൻ, CP. അപ്പൊ ഞാൻ മേളിൽ നോക്കുമ്പോൾ ഈ സെൻട്രൽ പ്ലെയിൻ തൊട്ട് പിക്ചർ പ്ലെയിൻ വരെ എത്രയാ ദൂരം? ഇപ്പൊ ഞാൻ ഈ ആക്സിസ് ലൈനെ ഒന്ന് നീട്ടി വരച്ചാൽ ഈ ആക്സിസ് ലൈൻ തൊട്ട് ഈ സെൻട്രൽ പ്ലെയിൻ വരെയുള്ള ദൂരം എത്ര ആയിരിക്കും? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 ആയിരിക്കും. 60. ഇത് ക്ലിയർ ആയ ആദമേ? സെൻട്രൽ പ്ലെയിൻ പറഞ്ഞത്, സെൻട്രൽ പ്ലെയിൻ. ഓക്കെ, അപ്പം ദിസ് ഈസ് ദ സെൻട്രൽ പ്ലെയിൻ. ഓക്കെ, ഇനി പറഞ്ഞേക്കുന്നത് ഇതിന്റെ പെർസ്പെക്റ്റീവ് വ്യൂ വരയ്ക്കാനാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കണം. ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് നോക്കുന്ന വ്യൂ. ഓക്കെ, സോ മേളിൽ നിന്ന് നോക്കുമ്പോൾ എന്താണോ കാണുന്നത് ദാറ്റ് ഈസ് ദ ടോപ്പ് വ്യൂ. ഇതാണ് ടോപ്പ് വ്യൂ വരയ്ക്കണം ആദ്യം. പിന്നെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാനായിട്ട് ഇവിടെ നിന്നാണ് നോക്കേണ്ടത്. ദിസ് ഈസ് ദ ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മേളിൽ നിന്ന് നോക്കുമ്പോൾ, ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്ന എന്താണ്? ഈ ഒബ്ജക്റ്റിന്റെ ABCD എന്ന് പറയുന്ന സൈഡ് കാണാം. പിന്നെ എനിക്ക് കാണാൻ പറ്റുന്ന എന്താണ്? ഈ പിക്ചർ പ്ലെയിൻ ഒരു ലൈനായിട്ട് കാണാം. കണ്ടോ? പിക്ചർ പ്ലെയിൻ ഒരു ലൈനായിട്ട് കാണാം. ഈ ഒബ്ജക്റ്റിന്റെ കാണാം. ഈ ഒബ്ജക്റ്റും പിക്ചർ പ്ലെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 10 millimeter ആണ്. അതാണ് എന്റെ ടോപ്പ് വ്യൂ. അപ്പൊ ഞാൻ ആദ്യം ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ ഞാൻ ടോപ്പ് വ്യൂ വരയ്ക്കാൻ പോവാണ്. ടോപ്പ് വ്യൂ. ഓക്കെ, സോ ഞാൻ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ ഞാൻ ആദ്യം പിക്ചർ പ്ലെയിൻ വരച്ചു. പിക്ചർ പ്ലെയിനിൽ നിന്ന് ഒരു റെക്ടാംഗിൾ വരയ്ക്കുക. ഓക്കെ, അത് പിക്ചർ പ്ലെയിനിൽ നിന്ന് ആ റെക്ടാംഗിൾ വരെ എത്ര ഡിസ്റ്റൻസിലാ? 10 millimeter ദെൻ ഈ റെക്ടാംഗിളിന്റെ ഡയമെൻഷൻ എത്രയാണ്? 50/25 ആണ്. ഇത്രയും ക്ലിയർ ആണോ ആദം? ഞാൻ ഈ പറഞ്ഞത് ഇത്രയും? ഓക്കെ, അപ്പൊ ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫെയർ ആയിട്ട് വരയ്ക്കാൻ പോവാണ്. സോ ഞാൻ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ.
എന്റെ സോഫ്റ്റ്വെയറിന്റെ സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. സോ ഞാൻ ആദ്യം ടോപ്പ് വ്യൂ എന്റെ കൂടെ വരച്ചോളൂ. എന്റെ കൂടെ വരയ്ക്കാമെങ്കിൽ വരച്ചോളൂ, ഇല്ലെങ്കിൽ പിന്നെ വീഡിയോ കണ്ട് വരച്ചാലും മതി. ഓക്കെ. സോ ഞാൻ ആദ്യം ടോപ്പ് വ്യൂ വരയ്ക്കുകയാണ്. സോ ദിസ് ഈസ് ദ ടോപ്പ് വ്യൂ. അപ്പൊ ടോപ്പ് വ്യൂല് അപ്പൊ നമ്മൾ ഇതുവരെ വരച്ച പ്രോബ്ലത്തിലൊക്കെ ടോപ്പ് വ്യൂ താഴെയും ഫ്രണ്ട് വ്യൂ മേളിലും വരച്ചത്. അപ്പൊ ഇവിടെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ടോപ്പ് വ്യൂ ആണ് മേളിൽ വരയ്ക്കുന്നത്. ഓക്കെ, പെർസ്പെക്റ്റീവിൽ ശ്രദ്ധിച്ചോണം. അപ്പൊ ഞാനൊരു ലൈൻ വരച്ചു. അതിന് ആദ്യം ഞാൻ എന്ത് പേര് കൊടുത്തു? പിക്ചർ പ്ലെയിൻ എന്ന് പേര് കൊടുത്തു. പിക്ചർ പ്ലെയിൻ. പിക്ചർ പ്ലെയിൻ. ഓക്കെ, ഞാൻ ഇതിന് പിക്ചർ പ്ലെയിൻ എന്ന് പേര് കൊടുത്തു. Then I will draw a rectangle. I will draw a rectangle. What is the dimension of this rectangle? 50. This is 50 and this is 25. Okay. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? What is the distance between this end face to the picture plane? This is 10 millimeter. കണ്ടോ? അപ്പൊ 10 millimeter മാറിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ റെക്ടാംഗിൾ വരച്ചു. സോ ദിസ് ഈസ് ദ ടോപ്പ് വ്യൂ. അപ്പൊ ഇതെന്താണ്? ഇപ്പൊ ഞാൻ വരച്ചേക്കുന്ന ടോപ്പ് വ്യൂ ആണ്. ദിസ് ഈസ് ദ ടോപ്പ് വ്യൂ. ദിസ് ഈസ് ദ ടോപ്പ് വ്യൂ. ഇപ്പൊ ഞാൻ വരച്ചത് ടോപ്പ് വ്യൂ ആണ്. ഇനി ഇതിനെ നെയിം ചെയ്യാൻ പോവാം. അപ്പൊ ഇതിനെ നെയിം ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിരുന്ന മുകളിലത്തെ പേരെന്തായിരുന്നു? ABCD എന്നാ കൊടുത്തിരുന്നത്. അതിൽ BC എന്ന് പറയുന്ന എഡ്ജ് ആയിരുന്നു എവിടെ ഇരിക്കുന്നത്? ഈ പിക്ചർ പ്ലെയിൻ അടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ കൊടുക്കുകയാണ്. അപ്പൊ ABCD എന്നുള്ള പേര് ഞാൻ കൊടുക്കാൻ പോവാം. ABCD. അപ്പൊ ഞാൻ ഈ എൻഡിന്, കാരണം ഞാൻ നേരത്തെ റഫായിട്ട് വരച്ച പിക്ചറോട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കൊടുക്കുന്നത് കേട്ടോ. സോ ദിസ് ഈസ് A. ദിസ് ഈസ് A. എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. A. ഇപ്പൊ ഞാൻ മറ്റേ പിക്ചറോട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. ഓക്കെ. സോ ദിസ് ഈസ് B. AB. ദിസ് ഈസ് C. Okay, and this is D. This point is D. Okay, ABCD. Okay. ഇനി അതിന്റെ തൊട്ട് താഴത്തെ പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു? PQRS. അപ്പൊ എയുടെ അടിയിലത്തെ പോയിന്റ് P കാണത്തില്ല. അപ്പൊ അത് ഞാൻ P ബ്രാക്കറ്റിൽ കൊടുത്തു. This is P. So A bracket P, then here B bracket Q, then this is C bracket R, and D bracket S. ഈ നെയിമിങ് കൊടുത്തത് ക്ലിയർ ആയോ ആദം? ഓക്കെ. എന്റെ കൂടെ വരയ്ക്കുന്നുണ്ടോ അതോ പിന്നെയാണോ വരയ്ക്കുന്നത്? ഇപ്പൊ വരച്ചു വന്നെങ്കിൽ അതാണ് ബെസ്റ്റ്. ഓക്കെ. സോ കാരണം കുറെ ലൈൻസ് ഒക്കെ വരും, അപ്പം ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പം ഓക്കെ. സോ ഞാൻ ഇതിന്റെ ടോപ്പ് വ്യൂ വരച്ചു. ഓക്കെ. ഇനി അടുത്തത് ഞാൻ എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. അപ്പൊ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതാ. അഗൈൻ ഞാൻ എന്റെ പിക്ചർ എടുത്തു. സോ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്നറിയോ? ഇതാണ്. ഞാൻ യെല്ലോ കളറിൽ വരയ്ക്കുന്ന കാണുന്നുണ്ടോ ആദ്യം? യെല്ലോ കളറിൽ. ഓക്കെ. സോ ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇതാ കാണുന്നത്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഇതാണ് ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ. ഇതാണ് ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ. അപ്പൊ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ആദ്യം ഗ്രൗണ്ട് പ്ലെയിൻ വരയ്ക്കണം. ഇതാണ് ഗ്രൗണ്ട് പ്ലെയിൻ. ഈ ഗ്രൗണ്ട് പ്ലെയിനിലാണ് ഈ ഒബ്ജക്ട് ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡയമെൻഷൻ എത്രയാ? 25. ഈ ഡിസ്റ്റൻസ് 25 ആണ്. ഈ ഡിസ്റ്റൻസ് 30 ആണ്. ഓക്കെ. ഇനി ഇതിന്റെ മുകളിൽ ഒരു പ്ലെയിൻ ഉണ്ട്. ഞാനത് ആദ്യം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. അതിനെ നമ്മൾ ഹൊറൈസോൺ പ്ലെയിൻ എന്നാ പറയുന്നത്. ഹൊറൈസോൺ പ്ലെയിൻ. ആ പ്ലെയിൻ ഞാൻ ഇവിടെ വരച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇതൊന്ന് വരയ്ക്കുകയാണ്. ഓക്കെ. സോ ദിസ് ഈസ് ദ ഹൊറൈസോൺ പ്ലെയിൻ. അപ്പൊ ഈ ഒബ്ജക്ട് ഇരിക്കുന്നത് ഏതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാ? ഗ്രൗണ്ട് പ്ലെയിനിന്റെയും ഹൊറൈസോൺ പ്ലെയിനിന്റെ ഇടയ്ക്കാണ്. അപ്പൊ ഞാൻ ആദ്യം ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ഈ നമ്മളൊരു ഡിസ്റ്റൻസ് എടുക്കണം. അതായത് ഈ സ്റ്റേഷൻ പോയിന്റിന്റെ
എത്ര മില്ലിമീറ്റർ ആണ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി? 55. എത്ര മില്ലിമീറ്റർ ആണ് എബോവ് ഗ്രൗണ്ട് പ്ലെയിൻ? 40. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം ആദ്യം. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഫ്രണ്ട് വ്യൂ വരച്ചു തുടങ്ങാവുള്ളൂ. അപ്പൊ 55 പ്ലസ് 40 എത്രയാണ്? 95 മില്ലിമീറ്റർ. 95. അപ്പൊ 95 മില്ലിമീറ്റർ മാറിയിട്ട് നമ്മൾ ആദ്യം ഇതാ ഇവിടെ, അപ്പൊ 95 ഈക്വൽ ടു 95 അല്ല, ഗ്രേറ്റർ ദാൻ 95. അതായത് സ്റ്റേഷൻ പോയിന്റ് ഇൻ ഫ്രണ്ട് ഓഫ് പിക്ചർ പ്ലെയിനും സ്റ്റേഷൻ പോയിന്റ് എബോവ് ഗ്രൗണ്ട് പ്ലെയിനും കൂടെ ആഡ് ചെയ്യാം. ആ കിട്ടുന്ന വാല്യൂവിനേക്കാൾ കൂടുതൽ ഒരു വാല്യൂ എടുക്കാം. സേ ഞാനിപ്പോ ഒരു 95 ആണ് കൂട്ടുമ്പോൾ വരുന്നത്. ഞാനിപ്പോ ഒരു ഡിസ്റ്റൻസ് പിക്ചർ പ്ലെയിനിൽ നിന്ന് ഞാൻ ആ ഒരു ഡിസ്റ്റൻസ് പിക്ചർ പ്ലെയിനിൽ നിന്ന് ഞാൻ എടുക്കുന്ന ഡിസ്റ്റൻസ് സേ ഒരു 120 എടുത്തു. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. ഞാനിപ്പം 120 എടുത്തു. 120. അപ്പൊ ഞാൻ ഇപ്പൊ വരയ്ക്കാൻ പോകുന്നത് എന്താന്ന് പറയുക, ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ പോകുന്നത്. ദിസ് ഈസ് ദ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂ. ദിസ് ഈസ് ദി ഫ്രണ്ട് വ്യൂ. ദിസ് ഈസ് ദി ഫ്രണ്ട് വ്യൂ. ഓക്കെ, അപ്പൊ എന്നിട്ട് നമ്മൾ ഈ ലൈനിന് കൊടുക്കേണ്ട പേരെന്താണെന്നറിയോ? ഗ്രൗണ്ട് പ്ലെയിൻ. ഗ്രൗണ്ട് പ്ലെയിൻ. ഇതിന് ഞാൻ പേര് കൊടുത്തു ഗ്രൗണ്ട് പ്ലെയിൻ. ഓക്കെ, എന്നിട്ട് ഈ ഗ്രൗണ്ട് പ്ലെയിനിന്റെ മുകളിൽ വേറൊരു ലൈൻ വരയ്ക്കും. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പേരാണ് ഹൊറൈസോൺ പ്ലെയിൻ. അപ്പൊ ഹൊറൈസോൺ പ്ലെയിൻ എന്താന്ന് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. ഇറ്റ് ഈസ് എ പ്ലെയിൻ ദാറ്റ് ഈസ് പാരലൽ ടു ഗ്രൗണ്ട് പ്ലെയിൻ ആൻഡ് പാസസ് ത്രൂ ദി സ്റ്റേഷൻ പോയിന്റ്. അപ്പൊ സ്റ്റേഷൻ പോയിന്റ് എത്ര മില്ലിമീറ്റർ ആണ് എബോവ് ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് നമുക്കറിയാം. എത്രയാണ്? 40. അപ്പൊ ഈ ദൂരം എത്ര ആയിരിക്കും? 40 ആയിരിക്കും. അപ്പൊ ഗ്രൗണ്ട് പ്ലെയിനിൽ നിന്ന് 40 എടുത്തിട്ട് നമ്മൾ ഈ ലൈൻ എന്ത് പേര് കൊടുക്കണം? ഹൊറൈസോൺ പ്ലെയിൻ. ഹൊറൈസോൺ പ്ലെയിൻ എന്ന് പേര് കൊടുത്തു. ഹൊറൈസോൺ പ്ലെയിൻ. അപ്പൊ ഞാൻ ഫ്രണ്ട് വ്യൂ വരയ്ക്കുകയാണ്. ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ എന്തൊക്കെ വരച്ചു? ഗ്രൗണ്ട് പ്ലെയിൻ വരച്ചു, ഹൊറൈസോൺ പ്ലെയിൻ വരച്ചു. അപ്പൊ നമ്മുടെ കയ്യിൽ ടോപ്പ് വ്യൂ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ സാധാരണ ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ എന്തോ ചെയ്യേണ്ടത്? ഒരു വ്യൂ കിട്ടി അടുത്ത വ്യൂ കിട്ടാൻ എന്ത് ചെയ്യണം? പ്രൊജക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ടോപ്പ് വ്യൂവിനെ നേരെ താഴോട്ട് പ്രൊജക്ട് ചെയ്തു. ഗ്രൗണ്ട് പ്ലെയിനിലോട്ടാണ് പ്രൊജക്ട് ചെയ്യേണ്ടത്. ഗ്രൗണ്ട് പ്ലെയിനിലോട്ട് നേരെ എന്ത് ചെയ്തു? പ്രൊജക്ട് ചെയ്തു. കണ്ടോ? ഗ്രൗണ്ട് പ്ലെയിനിലോട്ട് പ്രൊജക്ട്. അപ്പൊ നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് എത്രയാ? 25 ആണ്. കണ്ടോ? ഈ ഡിസ്റ്റൻസ് 25 ആണ്. അപ്പൊ മേളിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 30 ആണ്. 30. ഓക്കെ, ഞാനിവിടെ യെല്ലോ കളറിൽ വരച്ച് കാണിച്ചായിരുന്നല്ലോ. കണ്ടോ? ഈ ഡിസ്റ്റൻസ് 25 ആണ്. ഈ ഡിസ്റ്റൻസ് 25 ആണ്. ഈ മേളിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ദിസ് ഈസ് 30. കണ്ടോ? ദിസ് ഈസ് 30. ദിസ് ഡിസ്റ്റൻസ് ഈസ് 30. അപ്പൊ ഈ 30 എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യണം. സോ ഞാനിപ്പോ ഇവിടെ ഒരു ലൈൻ വരച്ചു. കണ്ടോ? അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? ദിസ് ഡിസ്റ്റൻസ് ഈസ് 30. ഓക്കെ, അപ്പൊ ഇതാണ് ദിസ് ഈസ് ദി എന്താണ്? ദിസ് ഈസ് ദ ഫ്രണ്ട് വ്യൂ. ഓക്കെ, അപ്പൊ ഇനി ഇതിന് പേര് കൊടുക്കുക. അപ്പൊ ഈ റെക്ടാംഗിൾ ആണ് ടോപ്പ് വ്യൂ. ഈ റെക്ടാംഗിൾ വരച്ചേക്കുന്നതാണ് ടോപ്പ് വ്യൂ. ദെൻ ഈ 25/30 വരച്ചേക്കുന്നതാണ് എന്ത്? ഫ്രണ്ട് വ്യൂ. ദിസ് ഈസ് ദ ഫ്രണ്ട് വ്യൂ. ഇത്രയും ക്ലിയർ ആണോ ആദം? ഓക്കെ. ഓക്കെ, ഇനി നമ്മൾ ഈ ടോപ്പ് വ്യൂല് കൊടുത്തേക്കുന്ന പോലെ നെയിമിങ് നമ്മൾ കൊടുക്കണം. അപ്പൊ മേളത്തെ ഫേസിന് ഞാൻ കൊടുത്തേക്കുന്ന പേര് എന്തുവായിരുന്നു? ABCD എന്നായിരുന്നു. അപ്പൊ ഇവിടുത്തെ പേര് C എന്നും D എന്നുമാണ്. അപ്പൊ അത് നേരെ ഇവിടെ കൊടുക്കുക, നേരെ മുകളില്. സോ ദിസ് ഈസ് ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് C', D'. C', D'. ദിസ് ഈസ് C', D'. ഓക്കെ, ഇനി മറ്റേതിന്റെ പേരെന്തോ? ഇവിടെ എയും ബിയും ആണ് ഈ സൈഡില്. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം? ദിസ് ഈസ് A', B'. നെയിമിങ് കറക്റ്റ് ആയിട്ട് കൊടുക്കണേ ഈ കേസിൽ. A', B'. A', B'. ദെൻ നെക്സ്റ്റ് ഈസ് ഇവിടെ എന്താണ്? ഇവിടെ താഴത്തെ പോയിന്റ് ആറും എസും ആണ്. അപ്പൊ നേരെ താഴത്തെ പോയിന്റ് കൊടുക്കുക R', S'. R', S'. ഇനി അപ്പുറത്തെ സൈഡിൽ എന്താണ്? പിയും ക്യൂ ആണ്. അപ്പൊ അതുകൊണ്ട് താഴെ എന്ത് കൊടുക്കുക? P', Q'. P',
P dash comma Q dash. P dash comma Q dash. Okay. അപ്പൊ ദിസ് ഈസ് ദി ഫ്രണ്ട് വ്യൂ. അപ്പൊ ഞാനിപ്പോ ഇത് തൽക്കാലം ഡാർക്ക് ആയിട്ട് വരയ്ക്കുകയാണ്. പിന്നെ ഞാൻ അവസാനം ഇത് ലൈറ്റ് ആക്കും. ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ പെർസ്പെക്റ്റീവ് വ്യൂ വരയ്ക്കുമ്പോൾ പെർസ്പെക്റ്റീവ് വ്യൂ ആണ് നമുക്ക് ഡാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇപ്പൊ തൽക്കാലം ഞാൻ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ തൽക്കാലം ഡാർക്ക് ആയിട്ട് വരയ്ക്കുകയാണ്. നമുക്കിവിടെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ അല്ല നമുക്ക് ഇമ്പോർട്ടൻസ്. നമുക്ക് ഏതിനാ ഇമ്പോർട്ടൻസ്? നമുക്ക് പെർസ്പെക്റ്റീവ് വ്യൂവിലാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പം ഇത്രയും ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരച്ചത് ക്ലിയർ ആണല്ലോ അല്ലെ ആദം ഇതുവരെ അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാ ഒബ്ജക്റ്റിന്റെയും ഇതുപോലെയാണ്. നമ്മൾ ആദ്യം എന്ത് വരയ്ക്കണം? ഏത് ഒബ്ജക്ട്, ഇതിപ്പോ സ്ക്വയർ പ്രിസമാണ്. ഇതുപോലെ ഇപ്പൊ വേറൊരു ഒബ്ജക്ട് വന്നാൽ അതുപോലെ ആ ഒബ്ജക്റ്റിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കണം, ആ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഒബ്ജക്റ്റുകൾ ഇങ്ങനെ മാറി മാറി വരും. അപ്പൊ ചിലപ്പോൾ പറയും ഇപ്പൊ ഇവിടെ 10 മില്ലിമീറ്റർ ബിഹൈൻഡ് പിക്ചർ പ്ലെയിൻ ആണ്. അപ്പൊ ചിലപ്പോൾ പറയും 15 മില്ലിമീറ്റർ ബിഹൈൻഡ് പിക്ചർ പ്ലെയിൻ എന്നായിരിക്കും പറയുന്നത്. 15 മില്ലിമീറ്റർ ബിഹൈൻഡ് പിക്ചർ പ്ലെയിൻ. അപ്പം ഈ ഡിസ്റ്റൻസ് 15 ആയിരിക്കും. അല്ലെങ്കിൽ അത് എന്താണോ കണ്ടീഷൻ പറയുന്നത് ആ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് വരയ്ക്കുക? ഡ്രോ ദ ടോപ്പ് വ്യൂ ആൻഡ് ഡ്രോ ദ ഫ്രണ്ട് വ്യൂ. ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ പെർസ്പെക്റ്റീവിലെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്, ഡ്രോ ദി ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ ഓഫ് ദ ഗിവൺ ഒബ്ജക്ട്. ഇനി അടുത്ത പറഞ്ഞേക്കുന്നത് എന്താ പറയുക? അടുത്ത പറഞ്ഞേക്കുന്ന സെൻട്രൽ പ്ലെയിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇവർ. സെൻട്രൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞേക്കുന്നത് ആക്സിസിൽ നിന്ന് 60 mm എവേ ഫ്രം ദ ആക്സിസ് ഓഫ് ദ പ്രിസം ടുവേർഡ്സ് ദ ലെഫ്റ്റ്. അതായത് ലെഫ്റ്റിലോട്ട് 60 mm മാറിയിട്ടാണ് ആക്സിസിൽ നിന്ന്. അപ്പൊ ആദ്യം ആക്സിസ് കണ്ടുപിടിക്കണം. അപ്പൊ ആക്സിസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഡ്രോ ദ ഡയഗണൽ. അപ്പൊ ആദ്യം ഡയഗണൽ വരച്ച്, ഡയഗണൽ വരയ്ക്കുമ്പോൾ നമുക്ക് അതിന്റെ സെന്റർ കിട്ടും. ഓക്കെ, ഡ്രോ ദ ഡയഗണൽ ആൻഡ് മാർക്ക് ദ സെന്റർ പോയിന്റ്. ഓക്കെ, അപ്പൊ ഈ സെന്ററിൽ നിന്ന് എന്ത് വരയ്ക്കുക? നേരെ നമ്മൾ ടോപ്പ് വ്യൂയിലോട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, പ്രൊജക്ട് ചെയ്യുക. എന്നിട്ട് അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഇവിടെ നമുക്ക് ആക്സിസ് ലൈൻ കിട്ടി. ആക്സിസ് ലൈൻ ഏത് ലൈനായിട്ടാണ് വരയ്ക്കേണ്ടത്? ചെയിൻ ലൈനായിട്ടാണ് വരയ്ക്കേണ്ടത്. ചെയിൻ ലൈൻ വരയ്ക്കുന്ന അറിയാമല്ലോ, ഒരു വലിയ ലൈൻ ഒരു ചെറിയ ലൈൻ, ഒരു വലിയ ലൈൻ അങ്ങനെ കണ്ടല്ലോ. കണ്ടിന്യൂസ് ലൈൻ അല്ല, കണ്ടോ? ചെയിൻ ലൈൻ കണ്ടോ ആദം? ചെയിൻ ലൈൻ കാണുന്നുണ്ടോ? ചെയിൻ ലൈൻ. ഓക്കെ, അപ്പൊ ആക്സിസ് ഇതാണ് ആക്സിസ് ലൈൻ. അപ്പൊ ഈ ആക്സിസ് ലൈനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എത്ര മാറണം? 60 മാറണം. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്തു? ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണ്. കണ്ടല്ലോ, ഒരു ലൈൻ വരച്ചു. ആ ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറണമെന്നാണ് പറഞ്ഞേക്കുന്നത്? 60. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് 60. എന്നിട്ട് ഞാൻ അതിന് പേര് കൊടുക്കണം. അതിന്റെ പേരെന്താണ്? സെൻട്രൽ പ്ലെയിൻ എന്ന് പേര് കൊടുക്കുക. ആ വരച്ചേക്കുന്നതിന്റെ പേരെന്താണ്? സെൻട്രൽ പ്ലെയിൻ. സെൻട്രൽ പ്ലെയിൻ. This is called a central plane. This is called a central plane. അപ്പൊ നമ്മൾ പിക്ചർ പ്ലെയിൻ വരച്ചിട്ടുണ്ട്, ഗ്രൗണ്ട് പ്ലെയിൻ വരച്ചിട്ടുണ്ട്, ഹൊറൈസോൺ പ്ലെയിൻ വരച്ചിട്ടുണ്ട്, സെൻട്രൽ പ്ലെയിൻ വരച്ചിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി നമ്മൾ സ്റ്റേഷൻ പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ സ്റ്റേഷൻ പോയിന്റ് എപ്പോഴും ഈ സെൻട്രൽ പ്ലെയിനിലാണ് മാർക്ക് ചെയ്യേണ്ടത്. എത്ര മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദ പിക്ചർ പ്ലെയിൻ? സ്റ്റേഷൻ പോയിന്റ് എന്ന് പറയുന്നത് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 55 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദ പിക്ചർ പ്ലെയിൻ. അപ്പൊ ഞാൻ ഈ സെൻട്രൽ പ്ലെയിനിൽ എന്ത് ചെയ്യണം? സ്റ്റേഷൻ പോയിന്റ് മാർക്ക് ചെയ്യണം. പിക്ചർ പ്ലെയിനിൽ നിന്ന് 55 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ 55 ഇതാണ്, ഈ ലൈനാണ് പിക്ചർ പ്ലെയിൻ. അവിടുന്ന് 55 മില്ലിമീറ്റർ മാറിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇവിടെ SP എന്ന് മാർക്ക് ചെയ്തു. SP എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ പോയിന്റിന്റെ ടോപ്പ് വ്യൂ ആണ്. സ്റ്റേഷൻ പോയിന്റിന്റെ ടോപ്പ് വ്യൂ. ദെൻ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റേഷൻ പോയിന്റ് ഈസ് 40 മില്ലിമീറ്റർ എബവ് ദ ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഹൊറൈസോൺ പ്ലെയിനിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഇന്റർസെക്ഷൻ ഓഫ് സെൻട്രൽ പ്ലെയിൻ ആൻഡ് ഹൊറൈസോൺ പ്ലെയിൻ. അപ്പൊ അതാ ഇവിടെ പോയി പേര് കൊടുക്കുക. ദിസ് ഈസ് ദി SP ഡാഷ്. SP ഡാഷ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ. ഓക്കെ, അപ്പൊ ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് സ്റ്റേഷൻ പോയിന്റ് ഈസ് 55 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദ പിക്ചർ പ്ലെയിൻ ആൻഡ് 40 മില്ലിമീറ്റർ എബവ് ദ ഗ്രൗണ്ട് പ്ലെയിൻ. അപ്പൊ അങ്ങനെ സ്റ്റേഷൻ പോയിന്റ് മാർക്ക് ചെയ്തു. ഇത്രയുമാണ് നമ്മുടെ ഗിവൺ. ബാക്കിയെല്ലാം കൺസ്ട്രക്ഷൻ ആണ്. നമ്മൾ പെർസ്പെക്റ്റീവിൽ ആദ്യം കിട്ടിയാൽ ഇത്രയുമാണ് വരയ്ക്കേണ്ടത്. ഇത്രയും ക്ലിയർ ആണോ ആദം? സ്റ്റെപ്പ് ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാന്ന് ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യം നമ്മൾ ഒബ്ജക്റ്റിന്റെ ഇപ്പൊ ഇവിടെ തന്നേക്കുന്ന ഒബ്ജക്ട് റെക്ടാങ്കുലർ പ്രിസമാണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സ്ക്വയർ പ്രിസം ആയിരിക്കും, അല്ലെങ്കിൽ പെന്റഗണൽ പ്രിസം ആയിരിക്കും, അല്ലെങ്കിൽ ഹെക്സഗണൽ പ്രിസം ആയിരിക്കും.
അല്ലെങ്കിൽ പിരമിഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഏത് വന്നാലും ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ടോപ്പ് വ്യൂ വരയ്ക്കുക. ആദ്യം ടോപ്പ് വ്യൂ എന്നുള്ളതല്ല, ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും വരയ്ക്കുക. മനസ്സിലായോ? ആ സ്റ്റെപ്പ് മനസ്സിലായോ ആദ്യം? ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. അത് ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരച്ചു കഴിഞ്ഞാൽ എന്നിട്ട് അതിനെ കറക്റ്റ് ആയിട്ട് നെയിം ചെയ്യുക. ഓക്കെ, കറക്റ്റ് ആയിട്ട് നെയിം ചെയ്യണം. പിന്നെ ആസ് പെർ ദ കണ്ടീഷൻ, അവർ പറഞ്ഞേക്കുന്ന കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. സോ ഇവിടെ പറഞ്ഞേക്കുന്ന കണ്ടീഷൻ എന്തായിരുന്നു? വൺ എൻ ഫേസ് ഈസ് പാരലൽ ടു ദ പിക്ചർ പ്ലെയിൻ ആൻഡ് 10 millimeter ബിഹൈൻഡ് ദ പിക്ചർ പ്ലെയിൻ. അപ്പൊ ഞാൻ ദിസ് ഈസ് ദ എൻഡ് ഫേസ് ഈസ് പാരലൽ ടു ദ പിക്ചർ പ്ലെയിൻ ആൻഡ് 10 millimeter ബിഹൈൻഡ് ദ പിക്ചർ പ്ലെയിൻ. അപ്പൊ അത് ഞാൻ വരച്ചു. പിന്നെ ഫ്രണ്ട് വ്യൂ വരച്ചു. പിന്നെ ഞാൻ എന്ത് സെൻട്രൽ പ്ലെയിൻ മാർക്ക് ചെയ്തു. ഇവിടെ സെൻട്രൽ പ്ലെയിൻ പറഞ്ഞേക്കുന്നത് എവിടാണ്? ആക്സിസിൽ നിന്ന് 60 mm away from the prism towards left. അപ്പൊ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്തായിരിക്കും? സെൻട്രൽ പ്ലെയിൻ റൈറ്റ് സൈഡിലാണെന്ന് പറയും, 60 millimeter. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ സെൻട്രൽ പ്ലെയിൻ ഏത് സൈഡ് വരയ്ക്കണം? ഈ ഒബ്ജക്റ്റ് വരച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ വേണം വരയ്ക്കാൻ. മനസ്സിലായോ ആദ്യം ഞാൻ പറഞ്ഞത്? സെൻട്രൽ പ്ലെയിൻ ലെഫ്റ്റും റൈറ്റും. ഓക്കെ, അപ്പൊ സെൻട്രൽ പ്ലെയിൻ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് മാർക്ക് ചെയ്യണം? സ്റ്റേഷൻ പോയിന്റിന്റെ ടോപ്പ് വ്യൂവും സ്റ്റേഷൻ പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ. സ്റ്റേഷൻ പോയിന്റിന്റെ ടോപ്പ് വ്യൂ ആണ് SP, സ്റ്റേഷൻ പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ ആണ് SP'. അപ്പൊ ക്വസ്റ്റ്യനിൽ പറയും, ഇപ്പൊ നമ്മുടെ ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്, സ്റ്റേഷൻ പോയിന്റ് ഈസ് 55 millimeter ഇൻ ഫ്രണ്ട് ഓഫ് ദ പിക്ചർ പ്ലെയിൻ. പിക്ചർ പ്ലെയിനിൽ നിന്ന് 55 millimeter മാറിയിട്ടാണ്. അപ്പൊ ദാ സ്റ്റേഷൻ പോയിന്റ് ടോപ്പ് വ്യൂ മാർക്ക് ചെയ്തു. Then station point is 40 mm above the ground plane എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. സോ SP' മാർക്ക് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകും? ഇനി നമ്മൾ കൺസ്ട്രക്ഷൻ ആണ്. അപ്പൊ ഇത്രയും സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഒബ്ജക്റ്റിനും എന്തായിരിക്കും? ഇതിപ്പോ റെക്ടാംഗുലർ പ്രിസം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇപ്പൊ വേറൊരു പെന്റഗണൽ പ്രിസം ആണെങ്കിൽ ഇതിന്റെ ഷേപ്പ് ഒക്കെ മാറും, അത്രേ ഉള്ളൂ. ബാക്കി വരയ്ക്കുന്ന പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ്, ഈ SP-യിൽ നിന്ന് ഈ SP എന്ന് പറയുന്ന SP ഉണ്ട്, SP' ഉണ്ട്, ശ്രദ്ധിച്ചോണം. ഈ SP-യിൽ നിന്ന് നമ്മുടെ ടോപ്പ് വ്യൂവിൽ എത്ര കോർണർ പോയിന്റ്സ് ഉണ്ടോ അത്രയും കോർണർ പോയിന്റ്സിലോട്ട് ലൈൻസ് വരയ്ക്കും. ഇതിനെ ആക്ച്വലി വിഷ്വൽ റേസ് എന്നാ പറയുന്നത്. ഓക്കെ, അതായത് ഈ SP എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എത്ര കോർണർ ഉണ്ടോ, ഇപ്പൊ ഇവിടെ 4 കോർണറാ ഉള്ളത്. അപ്പൊ ഈ 4 കോർണറിലോട്ട് എന്ത് വരയ്ക്കുക? ലൈൻസ് വരയ്ക്കുക. സിമിലർലി താഴെ ഫ്രണ്ട് വ്യൂവിൽ വന്നിട്ട് SP' നിന്ന് ഫ്രണ്ട് വ്യൂയിലോട്ട്, ഫ്രണ്ട് വ്യൂയിലോട്ട്. ഓക്കെ, ഇത്രയും വരച്ചോ ആദം? ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ SP-യിൽ നിന്ന് ഇവിടെ ഇപ്പൊ 4 കോർണർ ഉള്ളതുകൊണ്ട് 4 കോർണറിലോട്ട് വരച്ചു. ഇപ്പൊ 5 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ 5 ലൈൻ വന്നതിന്, 6 കോർണർ ആണെങ്കിൽ 6, അങ്ങനെ എക്സെട്ര. ഓക്കെ, അപ്പൊ എത്ര കോർണർ അല്ലെങ്കിൽ എത്ര പോയിന്റ്സ് ഉണ്ടോ അത്രയും പോയിന്റ്സിലോട്ട് ഇവിടെ SP-യിൽ നിന്ന് വരയ്ക്കുക. സിമിലർലി SP' നിന്നും അതേപോലെ തന്നെ എത്ര പോയിന്റ്സ് ഉണ്ടോ അത്രയും പോയിന്റ്സിലോട്ട് വരയ്ക്കുക. ഇനി നമ്മൾ ഈ ടോപ്പ് വ്യൂവില് ഈ SP-യിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ലൈൻസ്, ഇതിനെ വിഷ്വൽ റേസ്, ഇത് പിക്ചർ പ്ലെയിനെ ടച്ച് ചെയ്യും. ഇതിനെ നമ്മളെ പിയേഴ്സിംഗ് പോയിന്റ്സ് എന്നാ പറയുന്നത്. അപ്പൊ ഇതിന് പേര് കൊടുക്കണം. അപ്പൊ ഇതിന് പേര് കൊടുക്കുന്നത് വളരെ സിമ്പിൾ ആണ്. ഈ ലൈനിന്റെ എൻ പോയിന്റിന്റെ പേരെന്താ നോക്കിയാൽ മതി. ഇതിന്റെ എൻ പോയിന്റിന്റെ പേരെന്താ? D-യും S-ഉം ആണ്. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കേണ്ട പേരെന്താണെന്നറിയോ? D1 S1 എന്നങ്ങ് കൊടുത്താൽ മതി. D1, S1. അതായത് എൻഡിലുള്ള എൻ പോയിന്റിന്റെ പേരെന്താ നോക്കിയിട്ട് അവിടെ 1 അങ്ങ് കൊടുത്താൽ മതി. D1 S1. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. അടുത്തത് AP. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പേര് കൊടുക്കണം? A1 P1 എന്ന് കൊടുക്കുക. A1, P1. A1, P1. അടുത്ത നോക്കിയാൽ C-യും R-ഉം ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? C1, R1. Then അടുത്ത നോക്കിയ B-യും Q ആണ്. So this is B1, Q1. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ ആദം? ഓക്കെ,
ഇനി അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ D1 ഉണ്ടല്ലോ, ഈ ആദ്യത്തെ പോയിന്റ് D1S1, ഈ D1S1 നിന്ന് നേരെ പ്രൊജക്ഷൻ ലൈൻ താഴോട്ട് വരയ്ക്കും. ആദ്യത്തെ പിയേഴ്സിംഗ് പോയിന്റ് താഴോട്ട് വരയ്ക്കും. അങ്ങനെ താഴോട്ട് വരയ്ക്കുമ്പോൾ ഈ D1S1 എന്ന് പറയുന്നത് SP'D' ടച്ച് ചെയ്യുന്ന പോയിന്റ് കണ്ടോ, ഇത് കണ്ടോ, SP'D'. അതിന് നമ്മൾ ക്യാപിറ്റൽ D എന്ന് പേര് കൊടുക്കണം, ക്യാപിറ്റൽ D. അതായത് D1 വന്ന് SP' ടച്ച് ചെയ്യുന്ന പോയിന്റിന് ക്യാപിറ്റൽ D എന്ന് കൊടുക്കുക. അതുപോലെ അടുത്ത പോയിന്റ് S1 ആണ്. അപ്പൊ SP'S' ഇത് വന്ന് ടച്ച് ചെയ്യുന്ന പോയിന്റ് എന്ത് കൊടുക്കുക, S എന്ന് കൊടുക്കുക. S കണ്ടോ, S. ക്ലിയർ ആണോ ആദം ഞാനീ പറഞ്ഞത്? ആദം ക്ലിയർ ആണോ പറഞ്ഞ? ഓക്കെ. ഇനി അടുത്ത പോയിന്റ് നോക്കി, A1 ഉം P1 ആണ്. അപ്പൊ നമ്മൾ ഈ A1 P1 ഇവിടുന്ന്, അതായത് കണ്ടോ A1 P1 ഇവിടുന്ന് നേരെ താഴോട്ട് എന്ത് ചെയ്യുക, താഴോട്ട് പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുക. കണ്ടോ, അപ്പൊ A1 ഉം P1 ഉം. അപ്പൊ SP'A' വന്ന് ടച്ച് ചെയ്യുന്ന പോയിന്റ് കണ്ടോ, SP'A' ഇവിടെ, അതിന് ഞാൻ ക്യാപിറ്റൽ A കൊടുക്കണം. ദിസ് ഈസ് ക്യാപിറ്റൽ A. ഇനി അടുത്ത പോയിന്റ് P1 ആണ്. അപ്പൊ SP'P' ഇവിടെ ഇതാണ് SP'P'. അപ്പൊ ഇവിടെ ഞാൻ എന്ത് കൊടുക്കണം, ദിസ് ഈസ് P. ദിസ് പോയിന്റ് ഈസ് P. ക്ലിയർ ആണോ ആദം? ഇത്രയും പറഞ്ഞു മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അടുത്തത് നോക്കി, അടുത്ത പോയിന്റ് C1 R1 ആണ്. അപ്പൊ ഈ C1 R1 കണ്ടോ, ഈ C1 R1 നിന്ന് നേരെ താഴോട്ട് പ്രൊജക്ട് ചെയ്യാം. അപ്പൊ SP'C', അതാ ഇതാ പോയിന്റ്. അപ്പൊ SP'C' എന്ന് പറയുമ്പോൾ ദിസ് പോയിന്റ് ഈസ് C. ഓക്കെ. ആൻഡ് അടുത്ത പോയിന്റ് ഏതാ, C1 R1 R1 ആണെങ്കിൽ SP'R'. അപ്പൊ ഇതാണ് SP'R'. അപ്പൊ അതാ ഇവിടെ വരും. അപ്പൊ SP'R' ദിസ് പോയിന്റ് ഈസ് R. ഓക്കെ. ആൻഡ് ലാസ്റ്റ് പോയിന്റ് എന്താണ്, B1 Q1. അപ്പൊ ഈ B1 Q1 നേരെ താഴോട്ട് പ്രൊജക്ട് ചെയ്യുക. So SP'B' this is B. This point is B. Okay. Then B1 ഉം പിന്നെന്താ Q1 എന്ന് പറയുമ്പോൾ എവിടെ വരും, Q1 എന്ന് പറയുന്നത് ഇവിടെ വരും. കണ്ടോ, this is SP'Q'. So this point is Q. അപ്പൊ എല്ലാ പോയിന്റും കിട്ടി. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ, ഐസോമെട്രിയിലൊക്കെ വരച്ച പോലെ തന്നെ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, ഔട്ടർ പോയിന്റ്സ് ജോയിൻ ചെയ്യുക. സോ ഞാൻ QR ജോയിൻ ചെയ്തു. ഡാർക്ക് ആയിട്ട് വേണം വരയ്ക്കാനായിട്ട്. അപ്പൊ പെർസ്പെക്റ്റീവ് വ്യൂ വരയ്ക്കുവാണ് നമ്മൾ. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഈ ഫ്രണ്ട് വ്യൂ അങ്ങ് ലൈറ്റ് ആക്കുക. കാരണം നമുക്ക് ഫ്രണ്ട് വ്യൂ അല്ല നമുക്ക് ആവശ്യം, നമുക്ക് എന്താണ്, നമുക്ക് പെർസ്പെക്റ്റീവ് വ്യൂ ആണ് നമ്മുടെ ആവശ്യം. ഞാൻ ഫ്രണ്ട് വ്യൂ അങ്ങ് ലൈറ്റ് ആക്കുകയാണ്. ഓക്കെ. അപ്പൊ RQ. ഇനി ആ RQ കഴിഞ്ഞ പിന്നെ അടുത്ത RS ആണ്. കണ്ടോ, RS കണ്ടോ, RS. പിന്നെ അടുത്ത ഇവിടെ RS കഴിഞ്ഞാൽ പിന്നെ ഏതാ, അടുത്ത SD ആണ്. കണ്ടോ, SD ജോയിൻ ചെയ്യുക. പിന്നെ SD കഴിഞ്ഞാൽ പിന്നെ ഏതാണ്, DA ആണ്. സോ DA കണ്ടോ, DA. അതും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എന്തെങ്കിലും പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലെ അവിടെ? വോയിസ് ഓക്കെ. സോ അടുത്തത് പ്രശ്നമൊന്നുമില്ല. ഓക്കെ. സോ AB. സോ AB അടുത്തത് AB ആണ്.
പിന്നെ എ ബി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണ്? അടുത്ത ബി ക്യു ആണ്. എ ബി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ബി ക്യു. ഓക്കെ, ഔട്ടർ വരച്ചു. ഇനി നമുക്ക് ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം, നമുക്ക് ആദ്യം ഇതിന്റെ ടോപ്പ് എ ബി സി ഡി എന്ന് പറയുന്ന ടോപ്പ് സർഫസ് ഉണ്ട്. എ ബി സി ഡി. അപ്പൊ അതാ നോക്കിയേ, എ ബി സി ഡിയില് ബി സിയും സി ഡിയും വരച്ചിട്ടില്ല. അപ്പൊ അത് കാണാൻ പറ്റുമോ കാണാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അടുത്തത്. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ വ്യൂ ചെയ്യേണ്ടത് ഈ എസ് പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നത് ഇങ്ങോട്ട് വ്യൂ ചെയ്യണം. ഇതാണ് വ്യൂവിംഗ് ഡയറക്ഷൻ. നമുക്ക് പെർസ്പെക്റ്റീവ് വ്യൂ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇതാണ് നമ്മുടെ വ്യൂവിംഗ് ഡയറക്ഷൻ. എസ് പി ഇങ്ങോട്ട് നോക്കുക. ഇങ്ങോട്ട് നോക്കുമ്പോൾ സി ബി കാണാൻ പറ്റുന്ന നോക്കുക. അതായത് ഇങ്ങോട്ട് നോക്കുമ്പോൾ അതാ സി ബി എന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ നോക്കുന്ന സൈഡിൽ തന്നെയാണ് കിടക്കുന്നത്, കണ്ടോ? സോ സി ബി, അപ്പൊ ഡാർക്ക് ആയിട്ട് വരയ്ക്കുക. സിമിലർലി സി ഡി എന്ന് പറയുന്നത് എന്ത് ചെയ്യും? സി ഡി. അപ്പൊ സി ബിയും സി ഡിയും കാണാൻ പറ്റും ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ. അപ്പൊ അതിനെ എന്ത് ചെയ്യണം? അതിനെ ഡാർക്ക് ആക്കുക. സോ അത് കംപ്ലീറ്റ് ആയി, കണ്ടോ? സി ബിയും സി ഡിയും. ഓക്കെ, ഇനി അടുത്ത പി ക്യു ആർ എസ്. പി ക്യു ആർ എസില് പി ക്യൂവും വരച്ചിട്ടില്ല, പി എസും വരച്ചിട്ടില്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം? വീണ്ടും ഇവിടെ നിന്ന് നോക്കുക. വീണ്ടും ഇവിടെ നിന്ന് നോക്കുമ്പോൾ പി ക്യൂവും പി എസും എന്ത് ചെയ്യും? സോ പി ക്യൂ നമ്മൾ നോക്കുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് പി ക്യൂ, കാണത്തില്ല. അതുപോലെ പി എസും അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പൊ അതിനെ എന്ത് ചെയ്യുക? അതിനെ നമ്മൾ ഡോട്ടഡ് ആക്കുക. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഡോട്ടഡ് ആക്കുക. പി എസും ഡാർക്കും ഡോട്ടഡും എങ്ങനെയാണെന്ന് മനസ്സിലായോ ആദം? എവിടുന്നാ നോക്കേണ്ടത് മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമ്മൾ അടുത്തത് വെർട്ടിക്കലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ? ഡി എസ് വരച്ചു, പക്ഷെ എ പിയും വരച്ചിട്ടില്ല, പിന്നെന്താണ്? സി ആറും വരച്ചിട്ടില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ സി ആർ കാണാം, കണ്ടോ? ദിസ് ഈസ് സി ആർ കാണാം, പക്ഷെ നേരെ ഓപ്പോസിറ്റിലാണ് ആര് കിടക്കുന്നത്? എ പി. അപ്പൊ എ പി കാണത്തില്ല. അപ്പൊ എ പി ഡോട്ടഡ് ആയിട്ട് വരയ്ക്കണം. എ പി നമ്മൾ ഡോട്ടഡ് ആയിട്ട് വരയ്ക്കുക. എ പി ഡോട്ടഡ് ആയിരിക്കും, പക്ഷെ സി ആർ എന്തായിരിക്കണം? സി ആർ ഡാർക്ക് ആയിരിക്കണം. സോറി, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പൊ ഇത് സി ഇതല്ല. ഓക്കെ, ഇവിടെ കണ്ടോ? ഇവിടെ സി ഇതല്ല, സി ഇങ്ങോട്ട്, ഇതാണ് പോയിന്റ്. സി നോക്കട്ടെ. ഓക്കെ, സി എന്ന് പറയുന്ന പോയിന്റ് ഇതാണ് കേട്ടോ ആദം. ഇതാണ് സി കേട്ടോ, ഇതാണ് സി. ഓക്കെ, ഓക്കെ. അപ്പൊ സി ആർ ഡാർക്ക് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ദി പെർസ്പെക്റ്റീവ് വ്യൂ. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ക്ലിയർ ആയോ? സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേ. ദിസ് ഈസ് ദ പെർസ്പെക്റ്റീവ് വ്യൂ. ഓക്കെ, അപ്പൊ ഞാനിവിടെ എഴുതി. സോ അപ്പൊ നമ്മൾ ആദ്യം ടോപ്പ് വ്യൂ വരച്ചു, ഫ്രണ്ട് വ്യൂ വരച്ചു, ദെൻ നമ്മൾ പെർസ്പെക്റ്റീവ് വ്യൂ വരച്ചു. അപ്പൊ നമ്മൾ ഡയമെൻഷൻസ് ഒക്കെ മാർക്ക് ചെയ്യണം. എന്തൊക്കെയാ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യേണ്ടത്? ഈ ആക്സിസ് തൊട്ട് സെൻട്രൽ പ്ലെയിൻ വരെ എത്രയാ ഡിസ്റ്റൻസ്? 60. അപ്പൊ അത് മാർക്ക് ചെയ്യണം. റെക്ടാംഗിളിന്റെ ഡയമെൻഷൻ എത്രയാണ്? 25/50 ആണ്, അത് മാർക്ക് ചെയ്യണം. ദെൻ എൻഡ് ഫേസ് ഈസ് 10 millimeter ബിഹൈൻഡ് ദ പിക്ചർ പ്ലെയിൻ, അത് മാർക്ക് ചെയ്യണം. Then station point is 55 millimeter in front of the picture plane and 40 millimeter above the ground plane. And the front view of the prism, sorry, this front view, this is 30, this distance is 30 and this distance is 25, 30/25. അപ്പം ടോപ്പ് വ്യൂല് 50/25 ആണ്, ഫ്രണ്ട് വ്യൂൽ എത്രയാണ്? 30/25 ആണ്. ഓക്കെ, ക്ലിയർ? ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, സോ ഇനി 12 മണി കഴിഞ്ഞിട്ട് എടുക്കാം. ഞാനത് മെസ്സേജ് ചെയ്യാം, കാരണം എനിക്കിപ്പം വേറൊരു ക്ലാസ് ഉണ്ട്. അപ്പൊ ആ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ.
ഇതിന്റെ ഫോട്ടോ ഒന്ന് എടുക്കാമോ? ആദ്യം ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഒന്ന് പോസ്റ്റ് ചെയ്തേക്കോ. എടുത്തോ, ഫോട്ടോ എടുത്തോ ഇതിന്റെ? ഓക്കെ, അത് ഗ്രൂപ്പിലോട്ടൊന്ന് പോസ്റ്റ് ചെയ്തേരെ കേട്ടോ. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ടൈം ഞാൻ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓക്കെ, ശരി.